ഹലോ ഫ്രണ്ട്സ്, ഞാൻ സാഗർ കുമാർ. നിങ്ങൾക്കേവർക്കും ഈ ബയോട്ടോറിയത്തിലേക്ക് ഹാർദമായ സ്വാഗതം. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ബയോമാഗ്നറ്റിസത്തെ കുറിച്ച് വളരെ ആഴത്തിൽ സയന്റിഫിക്കായി മനസ്സിലാക്കാൻ പോവുകയാണ്. കാരണം ബയോമാഗ്നറ്റിസത്തെ കുറിച്ച് പലർക്കും മാത്രം അറിവില്ല. ലോകത്തിൽ പലർക്കും ഈ മാഗ്നറ്റിസം എന്താണെന്ന് പോലും അറിയില്ല. അറിയാമെങ്കിൽ തന്നെ അത് പരിമിതവുമായിരിക്കും. കാരണം ഈ മാഗ്നറ്റിസത്തെ കുറിച്ച് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്തെന്നാൽ ഇത് പല ആംഗിൾസിലും ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്നു. ഇന്നിവിടെ മാഗ്നറ്റിസത്തെ കുറിച്ച് ലോകത്തിൽ ആദ്യമായി ഒരു ഫിലിം ചെയ്യുകയാണ്. ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മാഗ്നറ്റിസം എന്താണെന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ഒരു ധാരണയുണ്ടാവും. ഈ ഫിലിം നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ വളരെ ശ്രദ്ധയോടെ തന്നെ കാണണം. അപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള കൺഫ്യൂഷനുകളും തെറ്റിദ്ധാരണകളും സംശയങ്ങളും എല്ലാം മാറിക്കിട്ടും. ഇന്ന് മാഗ്നറ്റിസത്തെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. മാഗ്നറ്റിസം നമ്മുടെ ശരീരത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു, നമ്മുടെ ശരീരം മാഗ്നറ്റിനോട് എങ്ങനെ പ്രതികരിക്കുന്നു, നമ്മുടെ ശരീരത്തിൽ എങ്ങനെ രോഗങ്ങൾ ഉണ്ടാകുന്നു. മാഗ്നറ്റ് ഹീലിംഗ് എന്ന വർക്കാണ് ചെയ്യുന്നത്. എന്നാൽ അത് എങ്ങനെ? ഹീലിംഗിനായി മാഗ്നറ്റ് എങ്ങനെ പ്രവർത്തിക്കുന്നു, എന്താണ് ബ്ലഡ് സെൽസ്, എന്താണ് ബ്ലഡ് സർക്കുലേഷൻ, എന്താണ് ഓക്സിജൻ, എന്താണ് അയൺ, എന്താണ് ഹീമോഗ്ലോബിൻ, ഇങ്ങനെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഇന്ന് നമുക്ക് ഉത്തരം കിട്ടുന്നതാണ്. ഇനി നമുക്ക് പഞ്ചഭൂതങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാം. നമ്മുടെ ശരീരം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതാണ്. എന്നാൽ അവ ശരീരവുമായി എങ്ങനെ പ്രവർത്തിക്കുന്നു, നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനം എന്താണ്, മാഗ്നറ്റ് ശരീരത്തെ എത്രത്തോളം സ്വാധീനിക്കുന്നു, ഇതെല്ലാം സയന്റിഫിക്കായി തെളിയിക്കപ്പെടുകയാണ്. ബയോമാഗ്നറ്റിസം എന്നത് ഒരു നാച്ചുറൽ ഓൾട്ടർനേറ്റീവ് സപ്പോർട്ടിംഗ് തെറാപ്പിയാണ്. ബയോമാഗ്നറ്റിസത്തിന് സൈഡ് എഫക്ട്സ് ഒന്നും തന്നെയില്ല. ഇത് നമ്മുടെ ശരീരത്തെ ഹീൽ ചെയ്യാൻ സഹായിക്കുന്നു. ഇന്ന് നമ്മൾ മനസ്സിലാക്കും നമ്മുടെ ശരീരത്തിൽ എന്തുകൊണ്ടാണ് ഡിസീസസ്, ഡിസ്ഫങ്ഷൻസ്, ഡിസോർഡേഴ്സ് എന്നിവ ഉണ്ടാകുന്നതെന്ന്. എന്തുകൊണ്ടാണ് ശരീരത്തിൽ പെയിൻ ഉണ്ടാകുന്നത്, എന്തുകൊണ്ടാണ് രോഗങ്ങൾ ഉണ്ടാകുന്നത്. എന്നാൽ ഈ കാരണങ്ങൾ ഇതുവരെ നിങ്ങൾ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. എന്നാൽ ഞാനത് സയന്റിഫിക്കായി തെളിയിക്കുകയാണ്. ഇന്ന് ഈ വീഡിയോയിലൂടെ സയന്റിഫിക് എവിഡൻസോട് കൂടി ആ സത്യം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. എന്താണ് ബയോമാഗ്നറ്റിസം? നമ്മുടെ ഭൂമി തന്നെ ഒരു വലിയ മാഗ്നറ്റ് ആണ്. ഭൂമിയുടെ നോർത്ത് പോൾ, സൗത്ത് പോളിനൊക്കെ മാഗ്നറ്റിക് ഫ്രീക്വൻസി ഉണ്ട്. അതുപോലെ നമ്മളിലെ ബയോമാഗ്നറ്റിസത്തിന്റെ സൗത്ത് പോളും നോർത്ത് പോളും ബയോമാഗ്നറ്റിക് ഫ്രീക്വൻസി റിലീസ് ചെയ്യുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തെന്നാൽ എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ രോഗങ്ങൾ ഉണ്ടാവുന്നത്? 99.99% causes of the disease and disorder only due to the lack of blood circulation and oxygen level. നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ ഡിസ്റ്റർബ് ആകുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ഡിസോൾഡ് ഓക്സിജൻ കുറഞ്ഞു പോകുന്നു. ഇത് ലോകം മുഴുവൻ അറിവുള്ളതാണ്. മാഗ്നറ്റിസത്തെ കുറിച്ച് ധാരാളം പുസ്തകങ്ങളുണ്ട്. ഇതിനെക്കുറിച്ചുള്ള കോടിക്കണക്കിന് ഇൻഫർമേഷൻസ് ഇന്റർനെറ്റിൽ ലഭ്യമാണ്. ബയോമാഗ്നറ്റിസത്തിന് ഒരു കോമൺ കൺഫ്യൂഷൻ ഉണ്ട്. ഞാൻ പറയുന്ന ബയോമാഗ്നറ്റിസം എന്തെന്നാൽ നാച്ചുറൽ ബയോമാഗ്നറ്റിസം ആണ്. Natural biomagnetism improves your blood circulation and by default enhances your oxygen level. നിങ്ങളുടെ ബോഡിയിലെ ഓക്സിജൻ ലെവൽ പെർഫെക്റ്റ് ആണെങ്കിൽ നിങ്ങളുടെ ബ്ലഡ് സെൽസ് ഹെൽത്തി ആയിരിക്കും. ബ്ലഡ് സെൽസ് ഹെൽത്തി ആണെങ്കിൽ ഓർഗൻ പാർട്സ് ഹെൽത്തി ആയിരിക്കും. ഓർഗൻ പാർട്സ് ഹെൽത്തി ആണെങ്കിൽ ബോഡി ഹെൽത്തി ആയിരിക്കും. ബ്ലഡ് സെൽസ് അൺഹെൽത്തി എങ്കിൽ ഓർഗൻ പാർട്സ് അൺഹെൽത്തി. ഓർഗൻ പാർട്സ് അൺഹെൽത്തി എങ്കിൽ ബോഡി അൺഹെൽത്തി. ബ്ലഡ് സെൽസ് ഡെഡ് ആണെങ്കിൽ ബോഡി ഡെഡ്. ഇത് വളരെ സിമ്പിൾ ആണ്. നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ അതിന്റെ റൂട്ട് കോസ് കണ്ടെത്തണം. നമ്മുടെ ബ്ലഡ് സർക്കുലേഷനും ഓക്സിജൻ ലെവലും കൃത്യമായ രീതിയിൽ പോയില്ലെങ്കിൽ നിങ്ങൾ തലകുത്തി മറിഞ്ഞാലും ഡാൻഡിയ ഡാൻസ് കളിച്ചാലും ഡിസ്കോ ഡാൻസ് കളിച്ചാലും നിങ്ങളുടെ പ്രശ്നം ഒരിക്കലും സോൾവ് ആവില്ല. അഥവാ സോൾവ് ആയാൽ തന്നെ അത് ടെമ്പററി ആയിരിക്കും. സുഹൃത്തുക്കളെ, ലോകത്തിലെ എന്ത് ഹെൽത്ത് സയൻസും മനസ്സിലാക്കുന്നതിന് മുൻപ് രണ്ട് കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. അതായത് ബ്ലഡ് സർക്കുലേഷന്റെയും ഓക്സിജന്റെയും പ്രാധാന്യം അറിഞ്ഞാൽ അത് നിങ്ങൾക്ക് വളരെയേറെ ഉപകാരപ്പെടും. മനുഷ്യർ ശരീരം ഉപയോഗിച്ചാണ് പണം ഉണ്ടാക്കുന്നത്. എന്നാൽ ആ ശരീരം നന്നാക്കാൻ വേണ്ടി പണം മുഴുവൻ ചിലവാക്കുന്നു. ബ്ലഡ് സർക്കുലേഷന്റെയും ഓക്സിജൻ ലെവലിന്റെയും ഡിസ്റ്റർബൻസസ് മൂലമാണ് ശരീരത്തിൽ രോഗങ്ങൾ ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ അസുഖം പിടിച്ചിരിക്കാതെ വെറുതെ ഡോക്ടേഴ്സിനെ കണ്ട് പണം ചിലവാക്കി കളയാതെ കുടുംബത്തിനും സമൂഹത്തിനും സങ്കടം വരുത്തി വെക്കാതെ ബ്ലഡ് സർക്കുലേഷന്റെയും ഓക്സിജൻ ലെവലിന്റെയും കാര്യത്തിൽ ഏറെ ശ്രദ്ധ പുലർത്തണം. ഒരു ഗുണവുമില്ലാതെ വെറുതെ പണം ചിലവാക്കുന്നതിൽ ഒരർത്ഥവുമില്ല. ഇത് വളരെ സിമ്പിൾ ആണ്. ഓക്സിജനും ബ്ലഡ് സർക്കുലേഷനും കൃത്യമായ രീതിയിൽ കൊണ്ടുപോയാൽ നിങ്ങളുടെ പ്രശ്നം സോൾവ് ആകും. മാഗ്നറ്റ് നിങ്ങളുടെ ശരീരത്തെ ഹീൽ ചെയ്യും. നമ്മുടെ ഭൂമി തന്നെ ഒരു മാഗ്നറ്റ് ആണ്. ഭൂമിയിലെ നോർത്ത് പോളും സൗത്ത് പോളും മാഗ്നറ്റിക് ഫ്രീക്വൻസി റിലീസ് ചെയ്യുന്നു. അതിനാലാണ് ഭൂമിയിൽ ജീവജാലങ്ങൾ ഉള്ളത്.